ട്രിപ്പില്ലാത്ത ദിവസം കൂട്ടുകാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണിത്. രാവിലെ തന്നെ ഗോപികനെ ഓഫീസിൽ കൊണ്ടാക്കാനായിട്ട് പോവാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് എവിടെ പോയാലും നിക്കി വണ്ടിയിൽ ചാടി കയറും. അങ്ങനെ ഓഫീസ് എത്തിയണ്ടേ. ഗോപികയുടെ നിക്കിയുടെ സ്നേഹപ്രകടനമാണ് നിങ്ങളെ കണ്ടുപിടിക്കണേ. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മൽഗോവയാണ്. കഴിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ നല്ല പുളി. 700 രൂപ കണ്ണി കൂടി പോയി. അങ്ങനെ സമയം ഏകദേശം 11 മണിയായി. ഞാൻ ഈ കുളിച്ച് റെഡി ആയിട്ട് പോണത് എങ്ങോട്ടാന്നല്ലേ പറഞ്ഞുതരാം. ഈ വരുന്ന ബസ്സിൽ രാഹുലുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പോണത് അർജുന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ വാഴക്കുളത്ത് ബസ് ഇറങ്ങി. ഇവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അർജുൻ വരാമെന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ അർജുൻ എത്തി. ഇതാണ് കേട്ടോ അർജുന്റെ വീട്. കുറച്ച് ദിവസമായിട്ട് ആൾക്ക് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 മൊയിലിനൊക്കെ മേടിച്ചപ്പോൾ വളർത്തുന്നുണ്ട്. അർജുന്റെ പറമ്പിലാണെങ്കിൽ കന്നാര കൃഷിയുണ്ട്. എന്നാൽ പഴുത്ത പൈനാപ്പിൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെന്നതാണ്. എന്നാൽ മൂത്തതല്ലാതെ പഴുത്തതൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും രാജുവേട്ടനും ബിനോയ് ചേട്ടനും എത്തി. ഇതാണ് ബ്രഹ്മയുടെ ഓണർ രാജുവേട്ടൻ. ആളെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. ഈ മാസം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർക്കും ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണൊന്ന് കൂടാന്ന് വിചാരിച്ചത്. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഓളായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായി. ഇനിയിപ്പോൾ ചോറിനാന്ന് വിചാരിച്ചു. നല്ല ചിക്കൻ കറിയും കൂർക്കൊലത്തിയതും ക്യാബേജ് ഓർണയൊക്കെ ആയിരുന്നു കഴിക്കാനായിട്ട്. അർജുൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായി. 3 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു. രാജുവേണ്ണൊക്കെ മൂവാറ്റൂടുകൂടിയാണ് തിരിച്ചു പോണത്. അങ്ങനെ പോണ വഴിക്ക് അവരെന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രാജുവേൻ്റെ അടുത്തും ബിനോച്ചൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. ആശ നല്ല ഉറക്കായിരുന്നു. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ചാടി എണീറ്റാണ് ഈ കണ്ടോണ്ടിരിക്കണേ. എണീറ്റ് വന്നപ്പോൾ തന്നെ TV വെക്കണമെന്ന് പറഞ്ഞു. നിക്കിക്ക് ഇഷ്ടപ്പെട്ട പരിപാടികളിലൊന്നാണ് ഈ അച്ചാമ്മയും മോളും. അതാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കണേ. സമയം അങ്ങനെ ഏകദേശം 7 മണി കഴിഞ്ഞു. ഗോപികത ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണെങ്കിൽ കറണ്ടും പോയി. നല്ല ചൂടും. എന്നാൽ വണ്ടി എടുത്തുകൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂവാറ്റുപുഴ തന്നെയുള്ള സ്കാൻഡിയിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ അവിടുന്ന് 3-4 ഐസ്ക്രീമും മേടിച്ച് നേരെ വണ്ടിയിലേക്ക് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കറണ്ട് വന്നു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം.